പണ്ടൊരിക്കൽ നടന്ന സംഭവം. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വലിയ കാടുണ്ടായിരുന്നു. ആ കാടിന് നടുക്ക് ഒരു വലിയ വിചിത്രമായ മരമുണ്ടായിരുന്നു. അതൊരു സാധാരണമായ മരമല്ല, കാരണം അതിൽ പഴങ്ങളോ പൂക്കളോ കായ്ക്കാറില്ല. അതിനു പകരം ആ മരത്തിന്റെ ചില്ലകളിൽ നിന്നും രുചിയുള്ള പിന്നെ ശക്തിയുള്ള പാൽ പുറത്തു വരും. എടാ, എന്താ ഇത്? ഈ മരത്തിൽ പൂക്കളോ പഴങ്ങളോ ഒന്നുമില്ല, പക്ഷേ ഇതിൽ നിന്നും പാൽ ആറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് നിജമാണോ പണ്ഡിതരെ? അതെയാണ്, ഇത് ഒരു അത്ഭുതമാണ്. ചെല്ലു ശിഷ്യ, ചെല്ലു. ഗ്രാമം മുഴുവനും ഈ മായ മരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വാ. പണ്ഡിതൻ പറഞ്ഞതുകൊണ്ട് സ്വാമിജി അത് പിന്തുടരുന്നു. പിന്നെ ഗ്രാമത്തിൽ ആ മാന്ത്രിക മരത്തിനെ കുറിച്ചുള്ള വിഷയം അറിയിക്കാനായി ഏർപ്പാട് ചെയ്തു. അല്ല പണ്ഡിതൻ പ്രഭു, ഞങ്ങളെ എല്ലാരെയും എന്തിനാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ അങ്ങ് പറഞ്ഞത്? എല്ലാവർക്കും പറയുന്നു പെണ്ണെ. ഗോപി എടുത്തി, ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ കാലിൽ ഒരു കായമുണ്ടായില്ലേ? അതെ, നിങ്ങൾ പറഞ്ഞത് നേരാണ്. പക്ഷെ ഇവ തമ്മിൽ എന്താണ് ബന്ധം? പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ഈ കുടുവയിലുള്ള പാല് കുടിക്കാൻ പറ്റുമോ? സ്വാമിജി പറഞ്ഞത് കേട്ടതും എല്ലാരും ആശ്ചര്യപ്പെട്ടു. പക്ഷേ ഗോപി ആ മൊത്തം പാലും കുടിച്ചു തീർത്തു. ഒരു വലിയ അതിശയം സംഭവിച്ചു. ഗോപിയുടെ കാലിലുണ്ടായിരുന്ന മുറിവ് തന്നെ മാറി. അല്ല, ഇത് കണ്ടോ, ഇത് കണ്ടോ, എന്റെ മുറിവ് മാറിയിരിക്കുന്നു, എന്റെ മുറിവ് ഉണങ്ങിയിരിക്കുന്നു. അല്ല, ഇത് എന്തൊരു അതിശയമാണ് പണ്ഡിറ്റ് പ്രഭു, ഇതൊക്കെ എന്താണ്? നിങ്ങൾ എന്തൊരു മാന്ത്രികമാണ് ചെയ്തത്? എന്റെ കാലിലുണ്ടായിരുന്ന മുറിവ് ഉണങ്ങിയിരിക്കുന്നു. മാന്ത്രികം ചെയ്തത് ഞാനല്ല, ഈ പാലാണ് മാന്ത്രികം ചെയ്തത്. എന്ന് വെച്ചാൽ? പറയുന്നു, അതായത് പോണ ആഴ്ചയാണ് എനിക്ക് ഒരു മാന്ത്രിക മരത്തിനെ കുറിച്ചുള്ള കാര്യം അറിഞ്ഞു. അത് നമ്മളുടെ ഗ്രാമത്തിലുള്ള കാട്ടിലാണ് ഉള്ളത്. അതെ, മാന്ത്രിക മരമാണ്. ആ മരത്തിൽ ഏതൊരു പഴവും ഇല്ല, പൂവും ഇല്ല. പക്ഷേ ആ മരത്തിൽ നിന്ന് പാൽ ആറായി ഓടിക്കൊണ്ടിരിക്കുന്നു. പാലാറോ? അതെ, ഞാൻ ഏൽക്കുന്നു. ഇത് കേൾക്കാനായിട്ട് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷേ ഇതാണ് സത്യം. ആ മരത്തിനെ ഞാനാണ് എന്റെ കൺകൊണ്ട് കണ്ടത്. മുതലിൽ ഞാനും ആശ്ചര്യപ്പെട്ടു, പക്ഷേ അതിനുശേഷം ആ പാൽ കുടിച്ച പിറകാണ് എനിക്ക് അറിഞ്ഞത്. ആ പാൽ കുടിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. അത് വെറും ശക്തി മാത്രം തരില്ല, തീർക്കാൻ പറ്റാതെ കുറെ വ്യാധികളെയും ആ പാൽ തീർത്ത് വയ്ക്കുന്നുണ്ട്. പണ്ഡിറ്റ് ജി പറഞ്ഞത് കേട്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ സന്തോഷിച്ചു. അന്നു മുതൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ആ മരത്തിൽ നിന്നുമാണ് പാല് കിട്ടിയത്. ആ മാന്ത്രിക മരം കാരണം മുഴുവൻ ഗ്രാമവും സമൃദ്ധമായി. ആ ഗ്രാമം മുഴുവൻ പ്രോട്ടീനിന് ഒരു കുറവുമില്ലായിരുന്നു. അവിടെ അസുഖമെന്ന പേരിന് സ്ഥാനമില്ലാതായി. പക്ഷെ എങ്ങനെയാണോ മുഴുവൻ ഗ്രാമവും ആ മാന്ത്രിക മരം കാരണം സന്തോഷിച്ചത്, അവിടെ ഈ മാന്ത്രിക മരം എല്ലാ ജീവിതത്തിലും ഉള്ള പ്രശ്നം ശരിയാക്കുന്ന കാര്യം ശരിയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിനെ നമുക്ക് സാധകമായിട്ട് ഉപയോഗിക്കണം. രഘു വളരെ അത്യാഗ്രഹിയാണ്. അവൻ ആ ഗ്രാമത്തിലെ വലിയ പണക്കാരനാകാൻ ആഗ്രഹിച്ചു. അവൻ ആ മാന്ത്രിക മരത്തെക്കുറിച്ച് അറിഞ്ഞതും തന്നെ അവന്റെ മനസ്സിൽ ഒരു അത്യാഗ്രഹം വന്നു. അത് ഉപയോഗിച്ച് അവൻ കാശുണ്ടാക്കാൻ തീരുമാനിച്ചു. രഘു ദിവസവും രാത്രി ആ മാന്ത്രിക മരത്തെക്കുറിച്ച് ചിന്തിക്കും, അതിനുള്ള പദ്ധതിയും ഒരുക്കി. ചേടാ, കൊല്ലാമല്ല രഘു, നീ എന്താ ആലോചിച്ചത്? ഇപ്പോൾ നീ വേഗം തന്നെ ആ മരത്തിനെ വേരോട് എടുക്കണം. പിന്നെ നിന്റെ വീട്ടിന്റെ പുറകിലുള്ള സ്ഥലത്ത് അതിനെ നടണം. പിന്നെന്താണ്, അതിനുശേഷം ആ പാലിനെ ഗ്രാമത്തിലെ മക്കൾക്ക് വിറ്റ് വലിയ പൈസക്കാരനാവണം. വാവ്, എന്താ ഒരു ആലോചന! രഘു പദ്ധതി ഒരുക്കി. പക്ഷെ ആ പദ്ധതി നടപ്പിലാക്കുന്നത് വളരെ കഷ്ടമാണ്. പക്ഷേ നമ്മുടെ അത്യാഗ്രഹിയായ രഘുവിന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കുറച്ചു ദിവസത്തിനു ശേഷം രഘു രാത്രി ഗ്രാമത്തിനു പുറത്തുള്ള കാട്ടിലേക്ക് ചെന്നെത്തി. ഒരുപാട് സമയത്തിനു ശേഷം ഒരു വിധത്തിൽ അവൻ ആ മാന്ത്രിക മരം കണ്ടെത്തി. വാവ്, ഒരു വഴിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാൻ വലുതായിട്ടുണ്ട്. ശരി, ഇപ്പോൾ നമ്മൾ പണി തുടങ്ങാം. രഘു ആ മരത്തിനെ വെട്ടാനായി കോടാരി എടുത്ത് അത് വെട്ടാനായി ശ്രമിച്ചു. അപ്പോൾ അവന്റെ കയ്യിൽ നിന്നും ആ കോടാരി എവിടെയോ പറന്നു ചെന്ന് വീണു. രഘു ഞെട്ടിപ്പോയി. ചേടാ, എന്താ ഇത്? ഇതെങ്ങനെ നടന്നു? എൻ്റെ കോടാരി അത് തന്നെ ഇങ്ങനെ കാറ്റത്ത് പറന്നു പോയി. രഘുവിന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്നും തന്നെ മനസ്സിലായില്ല. രഘു വളരെ വിഷമത്തോടെ തിരികെ വീട്ടിലേക്ക് വന്നു. പക്ഷെ അവൻ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ അവൻ നോക്കി, പണ്ഡിറ്റ് പ്രഭു അവന്റെ വീടിന്റെ വാതിൽക്കൽ അവനായി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ടതും രഘു ഞെട്ടിപ്പോയി. ചേടാ, പണ്ഡിതരെ, നിങ്ങൾ ഇവിടെ ഈ സമയത്ത് എന്താണ് ചെയ്യുന്നത്?
എന്നെ വിട്. നീ പറയൂ, ഈ രാത്രിയിൽ നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അത് ഞാൻ പുറത്ത് പോയിരുന്നു, ഒരു മുഖ്യമായ വേലയായിട്ട്. അതാണ് വരാൻ താമതമായത്. ഇത് നേരാണോ? അതെ. എന്താ പറ്റി? ശരി, ഞാൻ നിന്നോട് ഒരു മുഖ്യമായ കാര്യം ചോദിക്കാനുണ്ട്. കള്ളം പറയുന്നത് എന്ത രീതിയിൽ ഒരു തെറ്റോ അതേ രീതിയിൽ കിടക്കുന്ന ലാഭവും തെറ്റാണ്. പണ്ഡിറ്റ് ജി സംസാരിച്ചത് കേട്ടിട്ട് രഘു പേടിക്കാൻ തുടങ്ങി. അവന് വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് എന്തെങ്കിലും മനസ്സിലായി കാണുമോന്ന്. പക്ഷേ അദ്ദേഹം അക്കാര്യം കൂട്ടാക്കിയില്ല. മുൻപത്തെ ദിവസം രാത്രി നടന്നതോർത്ത് രഘു വളരെ വിഷമത്തിലായിരുന്നു. അപ്പോഴാണ് ഗ്രാമത്തിലെ ജനങ്ങൾ അവന്റെ വീട്ടിലേക്ക് വന്നത്. ചേടാ, ഇതെന്താ? ഗ്രാമത്തിലുള്ള എല്ലാവരും എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? രഘു പുറത്തേക്ക് വന്നു. അല്ല ഗ്രാമത്തെ മക്കളെ, രാവിലെ തന്നെ എന്തിനാ എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇത് ചോദിക്കാൻ എനിക്ക് നാണമില്ലേ? ചേടാ, എന്തിനാ ഇങ്ങനെ സംസാരിക്കണത്? കൊള്ളാലോ, നീ തെറ്റ് ചെയ്തത് നീ, എന്നിട്ട് ഞങ്ങളെ കുറ്റം പറയുന്നോ? തെറ്റോ? ഏത് തെറ്റാണ്? ഇന്നലെ നീ എവിടെ ഉണ്ടായിരുന്നു രഘു? അത് ശരി, ഈ പണ്ഡിതർ വഴക്ക് പറഞ്ഞിട്ടല്ലേ? വഴക്കല്ല, ഞാൻ എല്ലാവരിടത്തും സത്യം പറഞ്ഞതാണ്. സത്യമോ? എന്ത് സത്യം? അത് ശരി, ആദ്യം ഒരു കാര്യം പറയൂ. ഇന്നലെ കാട്ടിൽ ആ മാന്ത്രിക മരത്തിന്റെ അടുത്ത് നീ എന്താണ് ചെയ്തത്? രഘു പണ്ഡിറ്റ് ജി പറഞ്ഞത് കേട്ടിട്ട് വിറയ്ക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞത്? കാരണം ഇന്നലെ ഞാനും അവിടെയാണ് ഇരുന്നത്. അപ്പോൾ നീ ആ മരത്തിനെ വെട്ടാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. നോക്കൂ, ഈ പണ്ഡിതർ കള്ളം പറയുന്നു. നിനക്ക് നാണമില്ലേ? എന്നെ കല്ലെന്ന് പറയുന്നു. നീ ആ മരത്തിന്റെ അടുത്തിരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതെ അതെ, പറയൂ, എന്താ ചെയ്തതെന്ന് പറയൂ. ഗ്രാമത്തിലെ ജനങ്ങളുടെ ചോദ്യം കണ്ടിട്ട് രഘു പേടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ നടന്ന സത്യമൊക്കെ പറഞ്ഞു. അതെ, ഞാൻ ആ മരത്തിൻ്റെ അടുത്ത് പോയതാണ്. അതിനെ വെട്ടാൻ ശ്രമിച്ചു. അതെന്താ വലിയ തെറ്റാണോ? അവസാനത്തെ 2 മാസമായിട്ട് എനിക്ക് ജോലിയില്ല. അതുകൊണ്ടാണ് ആ മരത്തിനെ വെട്ടി അതിനെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൻ്റെ പുറകിൽ നട്ടുവെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൽ നിന്ന് വരുന്ന പാല് വിറ്റ് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ഇതെന്താ വലിയ തെറ്റാണോ? എനിക്കും ജീവിതമുണ്ട്, വീടുണ്ട്, കടമകൾ ഉണ്ട്. അതുകൊണ്ട് ആ മരത്തിനെ വെച്ച് ഞാൻ പണം സമ്പാദിക്കണമെന്ന് വിചാരിച്ചതിൽ എന്ത് തെറ്റാണ് ഉള്ളത്? നീ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ, നീ ഏത് മരത്തിനാണ് വെട്ടാൻ പോയത്? അത് ഒരു സാധാരണ മരമല്ല. നീ ചെയ്ത ആ തെറ്റ് കാരണം എന്തെങ്കിലും സംഭവിക്കാം. ഞാൻ ചെയ്തത് കൊണ്ട് ഏതും തെറ്റ് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അടുത്ത് സംസാരിക്കുന്നത് വെറുതാണ് മണ്ട. നീ അധികം ചെയ്യുന്നു. നീ ചെയ്ത ഈ തെറ്റ് കാരണം നിന്നെ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്താ? ഇല്ല, നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ പാടില്ല. നീ ചെയ്ത തെറ്റിന് ഞങ്ങൾ തീർച്ചയായും ഇത് ചെയ്യും. നീ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ഈ ഗ്രാമത്തിൽ നിന്നും പുറത്തു പോകണം. അതെ, ശരിയാണ്. പണ്ഡിറ്റ് ജി പറഞ്ഞത് കേട്ടിട്ട് രഘുവിന് ദേഷ്യം വരാൻ തുടങ്ങി. അവന് പണ്ഡിറ്റ് ജിയുടെ ഈ തീരുമാനം ഒട്ടും തന്നെ ഇഷ്ടമായില്ല. ഇല്ല, നിങ്ങൾ തെറ്റ് ചെയ്യുന്നു. എന്നെ ഊരിൽ നിന്നും പുറത്താക്കി വലിയ തെറ്റ് ചെയ്യുന്നു. അനുഭവിക്കും, ഇതിനെ നിങ്ങൾ അനുഭവിക്കും. രഘു ദേഷ്യത്തോടെ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് പോയി. രഘു പോയതിനു ശേഷം എല്ലാരും പേടിച്ചു. രഘു ആ മാന്ത്രിക മരം ഒന്നും ചെയ്തു കളയരുതെന്ന്. അതുകൊണ്ട് പണ്ഡിറ്റ് ജി പറഞ്ഞതുപോലെ ഗ്രാമത്തിലെ ജനങ്ങൾ ആ മരത്തിന് കാവലിരിക്കാൻ തുടങ്ങി. 3 മാസങ്ങൾ കടന്നുപോയി. രഘുവിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. അതുകൊണ്ട് 3 മാസങ്ങൾക്ക് ശേഷം പണ്ഡിറ്റ് ജി മരത്തിന് കാവലിരിക്കുന്നത് നിർത്താൻ പറഞ്ഞു. ഒരുവിധം എല്ലാവർക്കും ആശ്വാസം വന്നു. പക്ഷേ പ്രശ്നമായി. എന്ന് മരത്തിന് കാവലിരിക്കുന്നത് പണ്ഡിറ്റ് ജി നിർത്താനായി പറഞ്ഞോ, അന്ന് തന്നെ രഘു ആ മാന്ത്രിക മരത്തിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. പണ്ഡിതരെ, നിങ്ങൾ എന്നെ ഊരിൽ നിന്നും പുറത്താക്കി വളരെ വലിയ തെറ്റ് ചെയ്തതാണ്. ഈ മരത്തിനെ രക്ഷിക്കാൻ വേണ്ടിയല്ല അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നോക്ക്, ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. രഘു ഒരു തീരുമാനത്തിലെത്തി. എങ്ങനെയെങ്കിലും ആ മരത്തിനെ നശിപ്പിക്കണമെന്ന്. അപ്പോഴാണ് ആ മരത്തിൽ നിന്നും ഒരു രൂപം പുറത്തു വന്നത്. ആ രൂപത്തെ കണ്ടിട്ട് രഘു ഞെട്ടിപ്പോയി. ദേ നോക്ക്, ഈ മരം ഈ ഗ്രാമത്തിന് നിങ്ങളുടെ മുൻഗാമികൾ നൽകിയ വരമാണ്. ഇത് നീ നശിപ്പിക്കരുത്. ഇല്ല, ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല. എവരൊക്കെ എന്നെ ഈ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കിയോ അവർ ചെയ്ത തെറ്റിന് ശിക്ഷ അവർക്ക് തീർച്ചയായും കിട്ടും. ശരി, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. എന്നിട്ട് ആ രൂപം കാറ്റത്ത് മാഞ്ഞുപോയി. എന്നിട്ട് രഘു ആ മാന്ത്രിക മരത്തെ തന്റെ കോടാരി ഉപയോഗിച്ച് വെട്ടിമുറിച്ചു. ഇനി മുതൽ ആ ഗ്രാമത്തെ ജനങ്ങളെ എങ്ങനെ നല്ലത് നടക്കുന്നു കാണുന്നു. രഘു തന്റെ പ്രതികാരത്തിൽ ജയിച്ചെന്ന് കരുതി സന്തോഷിച്ചു. പക്ഷെ അവൻ തിരികെ പോയപ്പോൾ അവന്റെ ശരീരത്തിൽ എന്തോ ഷോക്ക് അടിച്ചതുപോലെ തോന്നി. അപ്പോഴാണ് ആ രൂപം പറഞ്ഞത് അവന് ഓർമ്മ വന്നത്.
ദേ നോക്ക്, ഈ മരം ഈ ഗ്രാമത്തിന് നിങ്ങളുടെ മുൻഗാമികൾ നൽകിയ വരമാണ്. ഇത് നീ നശിപ്പിക്കരുത്. ഇപ്പോൾ രഘുവിന് മനസ്സിലായി, താൻ ദേഷ്യത്തിലെടുത്ത ഒരു തീരുമാനം കാരണം അവന്റെ അവസ്ഥ ഇങ്ങനെയായി. പാഠം: ഒരു മനുഷ്യന് തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ആ ദേഷ്യം കാരണം അവൻ തന്നെ നശിച്ചു പോയേക്കാം.